ഒരു വേദനയുള്ള വാർത്തയിലേക്കാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ സഹോദരൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സായിദ് അൽ നഹ്യാൻ അന്തരിച്ചു. തിങ്കളാഴ്ചയായിരുന്നു അന്ത്യമെന്ന് രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരന്റെ വേർപാടിൽ ഷെയ്ഖ് ഖലീഫ ദുഃഖം രേഖപ്പെടുത്തി. ഷെയ്ഖ് സുൽത്താന്റെ വിയോഗത്തെ തുടർന്ന് UAEയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഷെയ്ഖ് സുൽത്താന്റെ നിര്യാണത്തിൽ അൽ നഹ്യാൻ രാജകുടുംബത്തിനും UAEയിലെ ജനങ്ങളോടും അനുശോചനം രേഖപ്പെടുത്തുന്നതായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ച്, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ വേദനയുടെ വാർത്തയാണ് വന്നിരിക്കുന്നത്. സഹോദരന്റെ വേർപാടിൽ UAE ഉപസർവ സൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് എന്നും സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ഇനിയുള്ള നാളുകളിൽ. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ച് എന്നും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ, ആ അറേബ്യൻ രാജ്യങ്ങളിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ സഹോദരൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ ഈ ഒരു വിയോഗം രാജ്യത്തെ സംബന്ധിച്ചും ഒരു തീരാ നഷ്ടമാണ്. ഏതായാലും തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സഹോദരന്റെ വേർപാടിൽ ഷെയ്ഖ് ഖലീഫയും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സുൽത്താന്റെ വിയോഗത്തെ തുടർന്ന് വരുന്ന 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണമായിരിക്കും UAEയിൽ ഉണ്ടാവുക. ഷെയ്ഖ് സുൽത്താന്റെ നിര്യാണത്തിൽ അൽ നഹ്യാൻ രാജകുടുംബത്തിനും UAEയിലെ ജനങ്ങളോടും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനുശോചന സന്ദേശങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനുശോചന സന്ദേശങ്ങൾ UAEയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഒരു തീരാ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത.